ഞാനിവളെ വളർത്തിയത്. ഞങ്ങൾ കളിക്കൂട്ടുകാരെ പോലായിരുന്നു. 7 വയസ്സുള്ളപ്പോൾ ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ അമ്മ. ഞാനൊരു പന്ന പോക്കറി ആയതുകൊണ്ട് ഭാര്യ സൂയിസൈഡ് ചെയ്തതെന്നാണ് കഥ. താനും കേട്ടിട്ടുണ്ടാവുമല്ലോ. സത്യത്തിൽ പ്രശ്നം ഞാനും ഗായത്രിയുടെ അമ്മയും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെതായിരുന്നു. ഒരു പെണ്ണെനിക്ക് ഫോൺ ചെയ്താൽ, ഒരു സ്ത്രീയെ ഞാൻ അല്പം കൂടുതൽ സമയം പരിശോധിച്ചാൽ വെരുകിനെ പോലുള്ള അസ്വസ്ഥയാവും. ഒരു ദിവസം കൺസൾട്ടിംഗ് റൂമിൽ വന്ന് കുറ്റിയടിച്ച് ഉലങ്ങിയിരുന്നു. ഞാൻ പിടിച്ച് പുറത്താക്കി. അതായിരുന്നു പ്രകോപനം. ഗായത്രി മോളാണ് ആദ്യം കണ്ടത്. കത്തിയെരിയുന്ന അമ്മ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും അമ്മ നിന്നെരിയുന്നുണ്ടാവും. കുറച്ചൊക്കെ മരുന്നും മനഃശാസ്ത്രവും പഠിച്ച ഞാൻ എൻ്റെ മോടെ മനസ്സ് മാത്രം കണ്ടില്ല. ബറോഡെ ചിത്രമെടുത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല. ക്യാമ്പസിലൊരു വൃക്ഷച്ചോട്ടിൽ കയ്യിലെരിയുന്ന സിഗരറ്റുമായിരുന്ന ചിത്രം വരയ്ക്കുന്ന എൻ്റെ മോളെ ഞാൻ കണ്ടു. ചിത്രം നന്നായിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരിക്കൽ അവൾ എഴുതി, അച്ഛനെ കാണിക്കാൻ ഒരാളെ കൊണ്ടിരുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ്, അയാളോടൊപ്പം അവൾക്ക് ജീവിക്കണമെന്നുണ്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു എൻ്റെ മോടെ തൻ്റെ അടുത്ത്. അങ്ങ് ഡൽഹിയിൽ ഭാര്യയും ഒരു മകനും ഉണ്ടെന്നറിഞ്ഞ അതേ നിമിഷം അവളവൻ്റെ കരണത്തടിച്ച് പുറത്താക്കി. അത് കണ്ടു നിന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, മിടുക്കി, പെണ്ണായാൽ ഇങ്ങനെ വേണം, നീ അമ്മയെപ്പോലല്ല. പക്ഷേ വാതിലടിച്ച് പൊട്ടിക്കരയുന്ന എൻ്റെ മോളെ കണ്ടപ്പോൾ ഞാൻ നടുങ്ങി. ഞാനാണോ അവളാണോ ആദ്യം മരിക്കേണ്ടത്? ഏത് സംഭവിച്ചാലും ദുരന്തം വളരെ ഭീകരമായിരിക്കും. ഇതൊക്കെ പറയുന്നത് എൻ്റെ ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മഹാദുരന്തത്തിൻ്റെ തുടക്കം എത്ര ചെറുതായിരുന്നു എന്ന് പറയാനാണ്. ഒരു നിമിഷത്തെ സംയമനം, അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ എൻ്റെ ഭാര്യയോട്, അന്ന് അത് മാത്രം മതിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്. എനിക്കറിയാം ചന്ദ്രൻ തന്നെ വളരെ വളരെ സ്നേഹിക്കുന്നു, താൻ അയാളെ. ഇനി ഭദ്രവയ്ക്കോ, അടുത്ത ആഴ്ച ഹൈദരാബാദിൽ CMEക്ക് ഞാൻ പോകണം. ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനാ. ഭദ്ര ഇടയ്ക്കിടയ്ക്ക് വന്ന് മോളെ കാണണം. അവൾക്ക് വേറെ ആരും കൂട്ടുകാരില്ല. ഓക്കെ? എടുത്തോളൂ. ആ പിന്നെ എന്താ ചന്ദ്ര, എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോ എന്തോ പോലെ. ഛേ, നമ്മൾ തമ്മിൽ ഇതൊന്നും വേണ്ട. കുറെ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട്? ഞാൻ കുറച്ചുനാൾ അവധി എടുക്കാൻ പോവാ. എന്തിനാ? അതല്ലേ തനിക്ക് വേണ്ടത്? അധികകാലം വേണമെന്നില്ല, ഒരാഴ്ചയെങ്കിലും നിന്നാ മതി. സമ്മതിച്ചു. അപ്പൊ താൻ ലീവ് എടുക്കുന്നില്ലേ? അത് ഇത്രയും ബിസി ആയിട്ടുള്ള ടൈമില് ഇടയ്ക്കെങ്കിലും. ഏതൊക്കെ കറികളാ ഇഷ്ടം ഒക്കെ മുൻകൂട്ടി പറഞ്ഞേക്കണം. കിച്ചൺ കൺട്രോൾ ചെയ്യുന്നത് ഈ കൈകളാണ്. ഈശ്വര, ഇത് പകരുന്ന രോഗമല്ലാണോ? എന്ത്? അല്ല, ഗായത്രിയുടെ രോഗം പകരുന്നതാണോന്ന്. ഒക്കെ കണ്ടോ, വേറൊരു ഭദ്ര ഫുള്ളായിട്ട്. ഫുൾ നെയിം ആയിട്ടാ? ഫുൾ നെയിമോ? ആ, ഭദ്രകാളി, അതാണല്ലോ യഥാർത്ഥ പേര്. ചന്ദ്ര, ഞാനൊരു അമ്മയാവണ്ടേ?
ഹലോ, ഭദ്രമേഡത്തിന്റെ വീടല്ലേ? അതെല്ലോ. മേഡത്തിന് അത്യാവശ്യമായിട്ട് ഒന്ന് കിട്ടണമായിരുന്നു. എവിടുന്നാ? പ്രൊഫസറുടെ വീട്ടിൽ നിന്നാ. മേഡം അത്യാവശ്യമായി ഇവിടം വരെ ഒന്ന് വരണമായിരുന്നു. അതിന് ഭദ്ര ഇവിടെ ഇല്ലല്ലോ. അവളും അവളുടെ അമ്മയും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ. മേഡം ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് രാവിലെ പറഞ്ഞതാണല്ലോ. അതെ, അവളുടെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഹലോ, ഭദ്ര ഇവിടെ ഇല്ല. പ്രൊഫസറിൽ ആരായാലും എന്താ, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. പ്രൊഫസറുടെ മോൾ എന്തോ എടുത്ത് കഴിച്ചു. വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അതിന് എനിക്കൊരു ചുക്കൂല. ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. മേഡത്തിന് ഒന്ന് വിളിക്കോ? ഫോൺ വെക്ക്. സർ പ്ലീസ്. വെക്കാനല്ലേ പറഞ്ഞത്? ചന്ദ്രൻ എന്താ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞത്? നിന്നെ ഈ രാത്രി ഞാൻ ഒരിടത്തും വിടുന്നില്ല. അതുകൊണ്ട് ആ ഹോം നേഴ്സ് പറയണതൊക്കെ ഞാനും കേട്ടു. ഗായത്രി എന്തോ അബദ്ധം കാട്ടി, അതും സാറ് സ്ഥലത്തില്ലാത്തപ്പോ. ഓഹോ, സകല ജീവൻ രക്ഷിക്കാൻ നീ എന്താ അവതാര സ്ത്രീയോ? വേറെ ഡോക്ടർമാരില്ലേ നാട്ടില്? ഇത്ര സ്വാർത്ഥനാവരുത്. ഞാൻ സ്വാർത്ഥനാണ്. നിന്റെ കാര്യത്തിൽ ഞാൻ 100% സ്വാർത്ഥനാണ്. മറ്റൊരാൾ നിന്റെ മേലെ അവകാശം സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായി പറഞ്ഞത്. പക്ഷെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ജീവൻ രക്ഷിക്കാൻ അവിടെ ഓടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാനിതൊക്കെ പഠിച്ചത്? എനിക്കറിയാവുന്ന എത്തിക്സിന്റെ പ്രൊഫഷൻ ഉള്ളൂ. ഇല്ലാത്ത ജാട പറഞ്ഞ എന്നെ വിഡ്ഢിയാക്കരുത്. വിട്ടിയാക്ക്. എന്താ ചന്ദ്ര എങ്ങനെയൊക്കെ? നിന്നോട് പലതവണ ചോദിച്ചു നിന്റെ കൃഷ്ണ ആരാന്ന്. എന്റെ കൈകളിൽ കിടന്നുകൊണ്ട് ചിരിച്ചും ചിലപ്പോ കെറിവ് കാട്ടി നീ ഒഴിഞ്ഞു മാറി. ഒരിക്കൽ നീ പറഞ്ഞു നിന്റെ കൃഷ്ണൻ ഒരു ആൾരൂപമില്ലെന്ന്. നിനക്ക് പുഴയാണ് കൃഷ്ണൻ, കടലാണ് കൃഷ്ണൻ, കാറ്റാണ് കൃഷ്ണൻ. കളവാണിതൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഡ്ഢി പിന്നെയും നിന്നെ സ്നേഹിച്ചു. എന്റെ സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞതില് നിന്റെ കൃഷ്ണന്റെ പേര് ഞാൻ കേട്ടു. ഒരു വയസ്സൻ കൃഷ്ണൻ, നിന്റെ പ്രൊഫസർ. ഓ, ചന്ദ്രന്റെ ഭൂതകാലം തിരയായിരുന്നല്ലേ ഇത്രയും കാലം? സത്യമല്ലേ അറിയണ്ടു? എന്റെ ചെറുപ്പത്തില് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. ചന്ദ്രനെ കല്യാണം കഴിക്കുമ്പോ ഞാനൊരു കന്യകയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതിൽ ദുഃഖമുണ്ട്.